അപ്പോൾ ഇതാക്കണം നമ്മളെ അച്ചാർ നാട്ടിലങ്ങൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നു. ഇന്ന് കണ്ടോ അച്ചാറിൻ്റെ ഗ്രേവിയൊക്കെ എല്ലാം അടിപൊളി ഉഷാറായിട്ടോ. ഇപ്പോൾ കണ്ടങ്ങൾ ഈ അച്ചാർ കൂട്ടി കണ്ടാണ് കഞ്ഞി എടുക്കുകയാണ് ഷാജി. എങ്ങനെയുണ്ട് ഷാജി അച്ചാർ? സൂപ്പറാ. ആ അപ്പോൾ അതാക്കും കേട്ടോ നല്ല ടേസ്റ്റായി കിട്ടിയിരിക്കുന്നതാണ് കഞ്ഞി എന്നിട്ട് എളുപ്പം കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്താണെന്നറിയോ, ഇതിനി ഒരു പാക്കാക്കണം. ഇന്നൊരു പാക്കിംഗ് ആണ് നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞാണ്ട് ഇതാക്കണേ എനിക്ക് പിന്നെ അതേപോലെ ഇതാക്കണേ കുറേ ഒരു ചമ്മന്തിപ്പൊടിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാട്ടോ. ഇത് ഞാൻ കൊണ്ട് കൊടുക്കുന്നതും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്നത്. പാക്ക് ചെയ്യണത് നമ്മൾ ഉണ്ടാക്കണത് മാത്രം പോരല്ലോ, അത് പിന്നെ നമ്മൾ എങ്ങനെ സെർവ് ചെയ്യണത്, എങ്ങോട്ടാ എന്താണ് സെർവ് ചെയ്യണത് അതും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഞാനിനി തേങ്ങയൊക്കെ ഒന്ന് ചുരണ്ടി എടുക്കട്ടെ. അപ്പം ഇത് ഷാജി ഇതാക്കണ പാക്കാക്കണം കേട്ടോ. അതായത് ബോട്ടിലാക്കണില്ല കുപ്പിയിലാക്കണില്ല എന്ന് പറയണത് അവിടെ തന്നെ ഓൾറെഡി കുപ്പി കൊണ്ട് വെച്ചതുണ്ട്, കുറേ ഉണ്ട്. അപ്പം ഇങ്ങനെ ആക്കി പോയാൽ പിന്നെ അതേപോലെ പറയുന്നത് ഒരു അവളെ ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ കൊടുത്തു വിടുന്ന സമയത്ത് അതിങ്ങനെ ബാഗിൽ ഒതുക്കാനും നല്ലതാണ്. അപ്പം നമ്മൾ ഇതാക്കണ ഇതിങ്ങനെ പാക്കാക്കുകയാണ് കേട്ടോ. എന്താ ഷാജി പാക്കാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓൾക്ക് ഇപ്പോൾ ഇതൊക്കെ എല്ലാം കറക്റ്റാണ് ഇപ്പോൾ അൽഹംദുലില്ലാ. ഒക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ സുർക്കൊഴിക്കണമെങ്കിലോ വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 2 ഇതായിക്കാണ്ട് ഇടുക കേട്ടോ. അപ്പം അങ്ങനെ ഇത് നമ്മൾ ഒരു 3-4 കിലോ അല്ലേ ഷാജി ഇത്? ആ അത്രയുണ്ട് മീലേ. അപ്പം അതാക്കണേ. അപ്പോൾ ഇതേമാതിരി 2 പാക്കാക്കിങ്ങാണ്ട് ചെയ്യാം. നല്ല കെട്ടി വെച്ച് കേട്ട് വേണം കൊടുത്തുവിടാം. ഇന്നല്ല നാളെ പോവുകയും ചെയ്യും അല്ലേ, നാളെ പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ അതിപ്പോൾ ഹോസ്റ്റലിൽ എത്തിയാൽ ഇതൊന്നും ഉണ്ടാവില്ല. കുറേ ദിവസത്തിനോ എല്ലാവർക്കും ഇങ്ങനെ ഒരു ടേസ്റ്റ് നോക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഇതാക്കുന്നത് ഞാനിതാ കാന്താരി മുളക് ഉണ്ടല്ലോ, കാന്താരി മുളക് ഉപ്പിലിട്ട് വെച്ചതിന് അതും വെക്കുന്നുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു കൊണ്ടാട്ടമുളക് ഉണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതാദ്യം ഫസ്റ്റ് പാക്ക് ചെയ്യാണ് ഷാജി. കുറച്ച് ഞാൻ അവിടെ എടുത്ത് വെച്ചേ, കുറച്ചൊരു കുപ്പിയിൽ മാറ്റിയാക്കാം. നമുക്ക് കുറച്ച് ഇതിങ്ങനെ ഇതിലില്ല കുറച്ചിങ്ങനെ എടുത്ത് ഇവിടെ വെച്ചാലേ അത് മതി. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇനിയും ഉണ്ടാക്കാം. ഇതിലുള്ള മസാലകളൊക്കെ അല്ലേ, വെളുത്തുള്ളി അതൊക്കെ നീക്ക് ഇടുക. നിന്റെ മക്കളെ ഇതൊക്കെ എന്നറിയോ, ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പറയും, ഉറപ്പാണ് എനിക്ക്. അപ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ പറയും. നല്ല ബിസ്മി ജെല്ലിയൊക്കെ എല്ലാവരും കഴിക്കുക കേട്ടോ, പ്രാർത്ഥിച്ചൊക്കെ കഴിക്കുക. അച്ചാറ് പോയി വെച്ചിട്ടുണ്ട് കേട്ടോ, പാക്കറ്റാക്കി അച്ചാറും കാന്താരി. ഈ എന്താ ഉണ്ടാക്കണം അവിടെ? ഞാൻ ഇത് ഒന്ന് ഫ്രൈ ചെയ്യട്ടെ. ഗ്യാസൊക്കെ നല്ല ഇവിടെ കഴുകി. പിന്നെന്താ സമ്മന്തിയോ? ചമ്മന്തി പൊടിയും കൂടി ഉണ്ടാക്കാം. അപ്പൊ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തങ്ങാണ്ട് ഇത് ചൂടാറിയിട്ട് ഒന്ന് പേക്കാക്കണം കേട്ടോ. അതേത് കവറിലിടുക? അതിന്റെ അതിനെ ഇടുക. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ കെട്ടിയാൽ മതി. ചമ്മന്തിപ്പൊടി കഴിഞ്ഞോ? ഇല്ലേ, ഇത് ഹാഫായിട്ടുള്ളൂ. ഇനിയുണ്ട് കുറച്ച് സമയം. കുറെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നിങ്ങളിത് കുറച്ചു നേരം ഇളക്കുമോ? എനിക്ക് പള്ളി പോവാനേ. അതിനെ കുറച്ചു നേരം ഇളക്കി ഞാൻ കരിയേപ്പിൻ്റെ കൊണ്ടുപോകണം കേട്ടോ. കുറെ കരിയേപ്പിൻ്റെ ഉണ്ടായാൽ തരാം. ഞാൻ ഓൾറെഡി ഇട്ടിരുന്നാലും കരിയേപ്പിൻ്റെ നല്ലതാണ്. അത് കുറച്ച് കൂടുതലാണ്. എരിവ് കുറച്ച് ചിലപ്പോൾ കുറവാക്കിയാലേ. പിന്നെ ഇതാവട്ടെ കേട്ടോ. ഇവിടെ ഇപ്പം പെട്ടെന്നാവും. നിങ്ങൾക്ക് പാക്കാക്കിയാല് ആയോ? ഏകദേശം അയക്കണം. ഇനി അത് സ്റ്റൗ ഓഫ് ചെയ്യട്ടെ കേട്ടോ. ചൂടാറിയിട്ടേ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചൂടാറിയിട്ട് നല്ല മുന്തിലേക്ക് കേടല്ലേ? എങ്ങനെയുണ്ട്? നല്ല സ്മെല്ലുണ്ട്, നല്ല മണമുണ്ട്. അപ്പൊ എന്താ സംഭവം അറിയോ, നല്ല വെന്ത് നിറ ഇത് ഇതിന്റെ ഇതൊക്കെ പോവണം.
ഒരു വെള്ളമൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോയി കുറച്ചും കൂടി ആണല്ലേ ആ ഡ്രൈ ആയിങ്ങാണ്ട് കിട്ടണം അതല്ല ചമ്മന്തിപ്പൊടി ഇതായി നിൽക്കുള്ളൂ. അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ട് ചൂടുണ്ടോ ഒന്ന് ആറിക്കോട്ടെ. അപ്പോൾ അതൊക്കെ ഇവിടെ ചമ്മന്തിപ്പൊടി കൊണ്ടാട്ട മുളക് ഞാൻ അവിടെ ഇതാ വെച്ചാണ് ചൂടാറിയിട്ട് ചൂടാറിക്കോട്ടെ നാടെ വെക്കി ചൂടാറിയിട്ട് എടുക്കാം. അപ്പം വിളിക്കണുണ്ട് കേട്ടോ നോക്കട്ടെ ഒന്ന് ചോദിച്ചോക്കാ നിങ്ങൾ ഓളം തന്നെയാണ് കുട്ടിയാണ് ഫോൺ വന്നതാണ് അപ്പോൾ അതവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇതായി. അപ്പോൾ ഇതാക്കണ ഇങ്ങനെ ഈ ചെരുപ്പും ഒക്കെ ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ഇതാക്കണ എന്തൊക്കെ എല്ലാം റെഡി ആയില്ലേ. റിനുവിന് ഇതാ കൊണ്ടാട്ടമുളക് കാന്താരി മുളക് എല്ലാം അതിൽ പാക്കാക്കിയിരിക്കണം കേട്ടോ. ഞാൻ നന്നായിട്ട് കെട്ടുക. പിന്നെ ചെരുപ്പും അതൊന്നുമില്ല അതാ ഇത് കെട്ടിയതാണത്. ഏയ് രാജു പള്ളിക്ക് പോവുകയാണ്. പള്ളിക്ക് പോവുകയാണ്. അപ്പൊ ഫോൺ വരുന്നത് നോക്കിക്കോ ഇറങ്ങാണ്ട്.